ഓക്കെ, ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് ഓടിച്ചുവിട്ട് പറയാം. അതായത് യൂണിഫോം വെലോസിറ്റിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം. നമ്മൾ കണക്ക് ചെയ്യാൻ നേരത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ഓഫ് ദ ഫോളോവർ ഹാവിങ് യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഇത് വരയ്ക്കുക. പിന്നെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ട്രോക്ക് വേണം, സ്ട്രോക്ക് ലെങ്ത് വേണം. അതായത് മാക്സിമം ആ ലിഫ്റ്റ് ഉണ്ടായ ലെങ്ത്, അതായത് സ്ട്രോക്ക് എസ് അത് വേണം. പിന്നെ തീറ്റ എന്ന് പറഞ്ഞാൽ ഔട്ട് സ്ട്രോക്ക് പൊങ്ങിയതിൻ്റെ ആംഗിള്, പിന്നെ മണ്ടയ്ക്കത്തെ ആ നിരപ്പിൻ്റെ ആ ഒരു ആംഗിൾ അതാണ് തീറ്റ ഡി. അതിനുശേഷം ഇറങ്ങിയതിൻ്റെ ആ റിട്ടേൺ സ്ട്രോക്കിൻ്റെ ആംഗിൾ അതാണ് തീറ്റ ആർ. അങ്ങനെ 3 ആംഗിളും ആ സ്ട്രോക്കും ഉണ്ടെങ്കിൽ നമുക്കൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. പിന്നെ ഈ 3 ആംഗിൾ വെച്ചിട്ട് അതിൻ്റെ റിമൈനിങ് ഡ്വെല്ലും കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? 360 മൈനസ് ഇത് 3 കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റിമൈനിങ് ഡ്വെൽ അത് നമ്മൾ ജസ്റ്റ് എഴുതി വെക്കുവാണെങ്കിൽ അതിനൊരു മാർക്കുള്ളതാണ്. ഒരു മാർക്കല്ല, അതിന് മാർക്കുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്കെയിൽ എടുത്തു. സ്കെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രോക്കിന് അങ്ങനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടി വരത്തില്ല. മെയിനായിട്ടും എക്സ് ആക്സിസ് എന്ന് പറഞ്ഞെടുത്തു. 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു ഇതെങ്ങനെ എടുക്കാം? നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കിട്ടിക്കഴിയാൻ നേരത്ത് ഇത് കൂട്ടുക. 120, 30, 90 എന്ന് പറഞ്ഞാൽ ഇത് 3 ആംഗിളിനെയും കൂടെ കൂട്ടിക്കഴിയാൻ നേരത്ത് സപ്പോസ് 150 കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് 10 ഡിഗ്രി എന്നുള്ള രീതിയിൽ എടുത്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾ വരച്ചാൽ മതി. കിട്ടുന്നതിനെ ഡിവൈഡഡ് ബൈ 10 ചെയ്തിട്ട് അത് നിങ്ങൾ വരച്ചാൽ മതി. 10 എന്ന് പറഞ്ഞ് നിങ്ങൾ സ്കെയിൽ എടുത്താൽ മതി. ഇപ്പം എനിക്ക് കിട്ടിയത് 240 ഡിഗ്രിയാണ്. അപ്പോൾ 240നെ ഞാൻ 20 ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. 20 ഡിഗ്രി കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോഴത്തേക്കും എനിക്ക് ഏതാണ്ട് 12 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ 12 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. 12 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചതിന് ശേഷം ഞാൻ ഓരോ ആംഗിളും 120 ഡിഗ്രി ഡിവൈഡഡ് ബൈ 20 ചെയ്തു. അപ്പോൾ എനിക്ക് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ 6 കൊണ്ടുവന്ന് ഞാൻ ഒരു പോയിന്റ് വെച്ചു. അതിനുശേഷം 30 ഡിവൈഡഡ് ബൈ 20 ചെയ്തപ്പോൾ എനിക്ക് 1.5 കിട്ടി. അപ്പോൾ 1.5 ആഡ് ചെയ്തു, അതാണ് തീറ്റ ആടി. അതിനുശേഷം 90 ഡിവൈഡഡ് ബൈ 20 ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് 4.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അതാണ് എന്തൊന്ന് തീറ്റ ആർ. എന്നിട്ട് ബാലൻസ് ഉള്ളതിന് ഞാൻ ചെറിയൊരു ആരോ കൊടുത്തിട്ട് ഞാൻ കണ്ടുപിടിച്ച റിമൈനിങ് ഡ്വെല്ലിൻ്റെ തീറ്റ ഡിസിൽ 120 ഡിഗ്രി എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ തീറ്റ ഓ ഇത്രയാണെന്ന് എനിക്ക് മനസ്സിലായി, തീറ്റ ഡി ഇത്രയാണെന്ന് മനസ്സിലായി, തീറ്റ ആർ ഇത്രയാണെന്ന് മനസ്സിലായി. അതിനുശേഷം സ്ട്രോക്ക് വരയ്ക്കണം. അതിന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചുകൊണ്ട് ഞാൻ 50 mm എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ, അത് ഞാൻ സ്കെയിലൊന്നും എടുത്തിട്ടില്ല. അപ്പോഴത്തേക്കും പെർപെൻഡിക്കുലർ വെച്ചിട്ട് ഇവിടെ നിന്ന് ഞാൻ 5 സെൻറ്റിമീറ്റർ എടുത്തു പോയിന്റ് വെച്ചു, ഇവിടെ നിന്ന് ഒരു 5 സെൻറ്റിമീറ്റർ എടുത്ത് പോയിന്റ് വെച്ചു. എന്നിട്ട് ഇതിനിങ്ങനെ കറക്റ്റായിട്ട് വരച്ചു. ഇതും 12 സെൻറ്റിമീറ്റർ തന്നെ. അതിന് ഇവിടെ നമ്മൾ അപ്പം ഈ ഒരു ബോക്സ് വരച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഇവിടെ എത്രയാണോ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അത്രയും പാർട്സ് ആയിട്ട് വേണം ഇവിടെ ഡിവൈഡ് ചെയ്യാൻ. അതായത് ഈക്വൽ പാർട്സ് ആയിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യം കൂടെ, നമ്മൾ നല്ല ഒരു എന്നാ പറയുന്നത് കറക്റ്റ് നല്ല അക്യുറേറ്റായിട്ട് നല്ല ക്യാമ് വരണമെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് പാർട്സ് ആക്കുന്നതാണ് നല്ലത്. അപ്പം നല്ല അക്യുറസിയിൽ കിട്ടും. ഈ നമ്പർ ഓഫ് പാർട്സ് ഒന്ന് കുറഞ്ഞു കഴിയുമ്പം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ക്യാം ഇരിക്കത്തില്ല. ഓക്കെ, അപ്പം നോർമലി ഒരു 6 ഈക്വൽ പാർട്സ് ആക്കുന്നതാണ് ബെസ്റ്റ്. അപ്പോഴത്തേക്കും എന്തോന്ന് ചെയ്തു, 6 ഈക്വൽ പാർട്സ് ആക്കാൻ എന്ത് ചെയ്തു, അത് ഇതിന് നമ്മൾ മെഷർ ചെയ്യണം. ഇതിനാദ്യം മെഷർ ചെയ്യുക. ഇവിടെ നിന്ന് ഇത്ര ദൂരം 6 സെൻറ്റിമീറ്റർ 6 ഈക്വൽ പാർട്സ് ആക്കണമെങ്കിൽ 6 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 6 കൊടുക്കുക. അപ്പോൾ 1 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഓരോ സെൻറ്റിമീറ്റർ എടുത്ത് ഞാൻ മാർക്ക് ചെയ്തു. മണ്ടയ്ക്ക് ഓരോ സെൻറ്റിമീറ്റർ എടുത്ത് മാർക്ക് ചെയ്തു. അതിനുശേഷം ഇപ്പുറത്ത് ഇതിനെ നമ്മൾ ഈക്വൽ പാർട്സ് ആക്കേണ്ട ആവശ്യമില്ല. ഡ്വെല്ല് അവിടെ ഒന്നും വരയ്ക്കേണ്ടി വരുന്നില്ല, അതുകൊണ്ടാണ് ആക്കാത്തത്. അതിനുശേഷം നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചു 4.5. അപ്പോൾ 4.5നെ എനിക്ക് 6 ഈക്വൽ പാർട്സ് ആക്കണം. അപ്പോൾ ഡിവൈഡഡ് ബൈ 6 ചെയ്യാൻ നേരത്ത് എനിക്ക് 0.75 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ 0.75 എടുത്ത് ഇവിടെ ഒരു പോയിന്റ് 0.75 എടുത്ത് അല്ലെങ്കിൽ 0.75 പ്ലസ് 0.75 എന്ന് അടിക്കുമ്പോൾ കാൽക്കുലേറ്ററിൽ തന്നെ വരെ എടുത്തെടുത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ ഇവിടെയും വെച്ചിട്ട് 0.75 പ്ലസ് 0.7 എന്ന് പറഞ്ഞാൽ എടുത്തെടുത്ത് വെച്ചാൽ എന്നിട്ട് ഇത് തമ്മിൽ ഈക്വൽ പാർട്സ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരച്ചു. അതിനുശേഷം യൂണിഫോം വെലോസിറ്റി ആയതുകൊണ്ട് ഇതിനെയും കൂടെ വെച്ചിട്ട് ഇങ്ങനെ നേരെ കയറ്റി വരയ്ക്കുക. അതുപോലെ തന്നെ ഈ ടോപ്പിലെ ഈ പോയിന്റും ഈ എൻഡിലെ ഈ പോയിന്റും കൂടെ വെച്ചിട്ട് വരയ്ക്കുക. ഇതാണ് യൂണിഫോം വെലോസിറ്റിയുടെ ഇത്. എന്നിട്ട് അവസാനം നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഹൈലൈറ്റും കൂടെ ചെയ്ത് കൊടുക്കണം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ, നമ്മളിതിങ്ങനെ ഡിവൈഡ് ചെയ്യാൻ നേരത്ത് 1 2 3 4 5 6 എന്ന് പറഞ്ഞ് ഇട്ടോണം. ഇവിടെ 0 കൂടെ ഇട്ടേക്കുക. ഇവിടെ 0 ഇട്ട് തുടങ്ങുക. അപ്പോൾ 1 2 3 4 5 6 വരാൻ നേരത്ത് കറക്റ്റ് തീറ്റ ഓ തീരും. പിന്നെ തീറ്റ ഡിയുടെ അവിടെ 0 ഇട്ട് തുടങ്ങുക. അപ്പോൾ കറക്റ്റ് തീറ്റ 6 തീരാൻ നേരത്ത് 6ൽ അത് തീരും. ഓക്കെ, പിന്നെ ഇതും കൂടെ മുട്ടുന്ന പോയിന്റാണ് 1 ഇത് 2 3 അങ്ങനെ പറഞ്ഞ് 6 വരെ എടുക്കുക. തിരിച്ചു അതുപോലെ തന്നെ ഇവിടെ 0 അല്ലേ, അപ്പോൾ ഇവിടെ മുട്ടുന്നതാണ് 1. അപ്പോൾ അങ്ങനെ നെയിമിങ് ചെയ്ത് വെക്കുക. ഇതിങ്ങനെ ചെയ്യണം. ഇത് നിങ്ങൾ ക്യാമ പ്രൊഫൈൽ വരയ്ക്കുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് സംഭവം. ഇപ്പോൾ ഒരു ക്യാമ കിട്ടാൻ നേരത്ത് അത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം കിട്ടാൻ നേരത്ത് ഈ 3 ആംഗിൾ എടുക്കുക, സ്ട്രോക്കും വേണം. ഇത് 4 ഐറ്റം ഉണ്ടെങ്കിൽ നമുക്കൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. അത് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് വരയ്ക്കുക. ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഏത് തീറ്റ ഓനെയും തീറ്റ ആറിനെയും. അതിനുശേഷം നമ്മൾ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ അത് ജോയിൻ ചെയ്ത് വരച്ചതിന് ശേഷം ഈ നെയിമിങ്ങും കൂടെ കൊടുക്കുക. 1 2 എന്ന് പറഞ്ഞാൽ ഈ നെയിമിങ് കൂടെ കൊടുക്കുക.
ഇത് യൂണിഫോം വെലോസിറ്റിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു.